അതുകൊണ്ടാണ് അവർ മാംസം തിന്നുന്നു എന്ന് പറയുന്നത്. എപ്പോഴും മാംസം തിന്നലല്ല. ഭസ്മത്തിന് പകരം നമുക്ക് തുടരയിലെ ചാമ്പൽ പൂശിക്കും. ഇതാണ് ചിദംബരത്തിലെ ഏറ്റവും വലിയ രഹസ്യം. പക്ഷെ ആ രഹസ്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ചാത്തൻ സേവ എന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ചാത്തൻ വിട്ടാൽ പോയി എടുത്തുകൊണ്ട് വരുമോ, അതാണ് ചാത്ത എന്ന് പറയുന്നതും ശ്വാസം എന്നാ കണക്ക്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ഒരു കാര്യമേ ഉള്ളൂ. ഈ ഡ്രസ്സ് ഇട്ടിങ്ങനെയൊക്കെ ഇരിക്കുന്നു, ഇതാണ് നിങ്ങളുടെ രൂപമൊന്നും ഇല്ലല്ലോ. ഇതൊരു ശരീരത്തിൻ്റെ അല്ലേ, നിങ്ങളാല പ്രത്യേക ന്യായമാണ്, എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല. ഒരു പുറ്റിനകത്തിരിക്കുന്ന പാമ്പിനെ പിടിച്ചിട്ട് തലയും വെട്ടി വാലും വെട്ടിയിട്ട് മദ്യത്തെ തിന്നുന്നവൻ സിദ്ധൻ. അപ്പോൾ ഉടനെ മനുഷ്യൻ എങ്ങോട്ട് പോകും? അഗസ്ത്യർക്ക് കുമാരകോവിലിൽ വെച്ചാണ് തമിഴ് എന്ന വാക്ക് അഗസ്ത്യർ നോർത്ത് ഇന്ത്യക്കാർ. ഗണങ്ങൾക്ക് പതിയായി ഗണപതിയെ മിശ്രം. അതാണ് സുബ്രഹ്മണ്യനും ഗണപതിയും തമ്മിലുള്ള ബന്ധം. അവസാനം കണ്ണു തുറന്ന് എല്ലാം കഴിഞ്ഞ് ഗുരുവാരം നോക്കുമ്പോഴാ അയ്യോ നിങ്ങളാണോ ശിവന്റെ പുത്രനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആള് കാൽക്കൽ വീഴുന്നത്. നാളെ ഈ അമ്പലം പോകുമ്പോൾ ആ മുരുകൻ പൊങ്ങി വരും. അപ്പോൾ മുരുകയുഗം എന്നൊരു യുഗം വരുമോ നേട്ടാ? ഉറപ്പായിട്ടും വരും. അപ്പോൾ ഭഗവത്ഗീതയിൽ ജീവനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഒരു ഗ്രന്ഥമുണ്ടാക്കപ്പെട്ടതാണ്. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ധനഞ്ജയൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അതായത് ഒരു ജന്മം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്ന വായു, അത് ജന്മമെടുത്ത് ഈ ശരീരത്തിലേക്ക് വന്നതിന് ശേഷം മറഞ്ഞിരിക്കുക, ഒന്നും ചെയ്യുന്നില്ല. അതാണ് അർജുനനെ കുറിച്ച് അങ്ങനെ പറയുന്നത്. എന്തു വന്നാലും എന്ന അഭിഷേകം. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ കഷ്ടതകൾ വരുമ്പോഴും ഈ ധനഞ്ജയൻ സൈലൻ്റ് ആകുക, എനിക്കത് നേരിടാൻ പറ്റില്ല. അങ്ങനെ ആ നേരിടാൻ പറ്റാതെ ഇരിക്കുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിക്കാൻ മനസ്സ് എന്ന് പറയുന്ന തേരിൽ 4 കുതിരകൾ പൂട്ടിയതാണ് മനസ്സെന്ന തേര്. ചില ചിത്രത്തിൽ ചിലർ പറയുന്നു 5 ഇന്ദ്രിയങ്ങളെയാണ്. യഥാർത്ഥം പറഞ്ഞാൽ മനസ്സ് എന്നത് 4 തലങ്ങളിലുണ്ട്. അതായത് മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന 4 കുതിരകൾ പൂട്ടിയ തേരിനകത്ത് ആത്മാവ് എന്ന് പറയുന്ന 3ാം അറിവ്, അതായത് നമ്മുടെ അറിവ് എന്ന് പറയും, നമ്മുടെ നേത്രത്തിലിരിക്കുന്ന കൃഷ്ണമണി എന്ന് അതുകൊണ്ട് ആ പേര്. കൃഷ്ണൻ നമ്മളെ ഇരുത്തിക്കൊണ്ട്, ധനഞ്ജയനെ ഇരുത്തിക്കൊണ്ട് നടത്തുന്ന ട്രാവലാണ് ഭഗവത്ഗീത. ധനഞ്ജയ ധനഞ്ജയ ധനഞ്ജയ. അതായത് ഇതെല്ലാം നമ്മുടെ അമ്മാവന്മാരും മറ്റുള്ള ബന്ധുക്കളുമാണ്. കാര്യം എന്താ? നമ്മുടെ ശരീരത്തിന് മനസ്സിന് 108 തലങ്ങളുണ്ട്, ചിന്താവിശേഷങ്ങൾ. ആ 108 തലങ്ങളെയും ആണ് നമ്മൾ നേരിടേണ്ടത്. നേരിടാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പഞ്ചപാണ്ഡവർ എന്ന് പറയുന്ന 5 ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ പഞ്ചപാണ്ഡവർ എന്ന് പറയുന്ന ആ 5 ഇന്ദ്രിയങ്ങളെ നമ്മൾ എങ്ങനെ അടക്കണം എന്നുള്ളതാ ഏറ്റവും വലിയ പാഠമായിട്ട് പഠിക്കണം. അപ്പോൾ ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന അർജുനൻ കാണുന്നത്, അതാണ് അർജുനനും കൃഷ്ണനും അടുപ്പത്തിലെന്ന് പറയുന്നത്. അർജുനൻ കാണുന്നത് ഈ 2 നഗ്നമായ നേത്രങ്ങൾ കൊണ്ടാണ്. അർജുനൻ ഈ 2 കണ്ണുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ണിനെ ആദ്യം എന്ത് ചെയ്യേണ്ടത്? മാറ്റേണ്ടത്, അടയ്ക്കേണ്ടത്. കണ്ണിനെ അടച്ചാൽ മാത്രമേ നമുക്ക് മറ്റേലേക്ക് പോകാൻ പറ്റൂ. ഇതെല്ലാം നമുക്ക് നശിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അച്ഛനാണ് കൊലകാരനെങ്കിൽ, അതായത് ഈ ഭൂമിയെ മൊത്തം നശിപ്പിക്കുന്നത് ഭയങ്കരമായൊരു തീവ്രവാദിയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ആളാണ്, അല്ലെങ്കിൽ ഒരു രാക്ഷസനാണ് എന്നെങ്കിൽ മകൻ മനസ്സിലാക്കിയ മകൻ ജീവിപ്പിക്കണോ പുള്ളിയെ? കണ്ണടക്കം കുത്തിയേക്കണം. ഇതല്ലേ ഭഗവത്ഗീത പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും. നമുക്ക് ശല്യമായി നമ്മുടെ ഉള്ളിലേക്കുന്ന പ്രവർത്തികളെ അപ്പം വെട്ടിക്കളയണമെന്നുള്ളതാണ്. അത് ചെയ്യില്ല എന്ന് പറഞ്ഞ അർജുനന് കൊടുത്ത ഉപദേശം ധനഞ്ജയന്, ധനഞ്ജയ നീ അത് ചെയ്. ധനഞ്ജയനോട് ഒന്നും ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ പറയുന്നത് കുണ്ടലിനി ഉറങ്ങിക്കിടക്കണം. കുണ്ടനലി എന്നാണ്. കുണ്ടം അതിലനലായിട്ട് അഗ്നിയായിട്ട് നീ തന്നെ ഇരിക്കുന്നു. അപ്പോൾ കുണ്ടമായിട്ടും അഗ്നിയായിട്ടും നീയായിട്ടും ഒരു അരച്ചുറ്റിൽ കറങ്ങിയിരിക്കുന്നതുകൊണ്ട് 3.5 ചുറ്റെന്ന് പറയും. അപ്പോൾ ആ 3.5 ചുറ്റിലിരിക്കുന്ന ധനഞ്ജയൻ എന്ന ഈ പ്രതീകത്തെ ഉണർത്തി മുകളിലേക്ക് കൊണ്ടുപോയി കൃഷ്ണൻ എന്ന സാരഥിയോടൊപ്പം തന്നെ ആത്മാവിലേക്ക് ലയിക്കണം. കൃഷ്ണൻ എന്ന സാരഥി ജ്ഞാനമാണ്. അതുകൊണ്ടാണ് കൃഷ്ണനെ ജ്ഞാനത്തിൻ്റെ ദൈവം എന്ന് പറയുന്നത്. അതാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. നമുക്കതുകൊണ്ടാണ് നമ്മുടെ കണ്ണിലിട്ടിരിക്കുന്ന മണിക്ക് പേര് കൃഷ്ണമണി.
ഈ കണ്ണുകളിലിരിക്കുന്ന കൃഷ്ണനാണ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാണുന്നതെല്ലാം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്? കളയുന്നില്ല. കളയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വെട്ടിക്കള, നിനക്കത് വേണ്ടാത്തതാ. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. ആ കേൾവി നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, അത് പ്രവർത്തിക്കണമെങ്കിൽ വ്യക്തമായി ശരയോഗം പഠിക്കണം. കാരണം ശരമാണ് കണ്ണുകളിലും വന്ന് നിൽക്കുന്നത്. നാഗൻ എന്ന ഒരു വായുവായിട്ട് മാറിയിട്ട് കണ്ണുകളിൽ, അതായത് കൊത്തുന്ന, നാഗൻ എന്നറിയാമല്ലോ സർപ്പം, അത് കൊത്തുന്ന രീതി, വിഷം ചീറ്റുന്ന രീതിക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണുകൊണ്ട് ദുർവാസാവ് നോക്കി കരിഞ്ഞു പോയെന്ന് പറയുന്നത്. അത്രയും പവർ കണ്ണിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് എല്ലാத்தைയും നശിപ്പിക്കാനുള്ള കഴിവിനെ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് വേണ്ടത് ശരയോഗമാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുമെന്നുള്ളതാ എല്ലാവരുടെയും ഒരു സംശയത്തിൽ നിൽക്കുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നു വിടുന്നു, ശ്വാസം എടുക്കുന്നു വിടുന്നു. ഇപ്പം നിങ്ങൾക്കൊരു കാര്യത്തെ നടത്തണം, നമ്മൾ പറയുന്നില്ല, അപ്പം ഇപ്പോൾ പറഞ്ഞ തന്നെ ഒരു ദുഷ്ടതയെ കളയണമെന്ന് വെച്ചു. അതായത് ഈ ശരയോഗം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശരത്തെ നമ്മൾ ക്രമീകരിച്ച് നമുക്ക് കാര്യം നേടാൻ പറ്റും. അതായത് അതിൻ്റെ പേര് കാര്യസാധ്യക്രിയ എന്നാ. ഇതിൽ കാര്യങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടി എങ്ങനെ നമ്മൾ ശ്വാസത്തെ ഉപയോഗിക്കണം. സിമ്പിളായിട്ട് പറയാം, വലത് നാസികയാണ് നമുക്ക് സമ്പാദ്യം, ഇടത് നാസികയിലെ ശ്വാസം നിക്ഷേപം. എന്ന് പറഞ്ഞാൽ ഒന്ന് വലത് നാസികയിലെ ശ്വാസം പിതാവ്, ഇടത് നാസികയിലെ ശ്വാസം മാതാവ്. ഇനി ചുഴിമുന എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേർന്ന് വരുന്നത് ഗുരു. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ നിങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടെത്തിക്കും. ശരി. അപ്പോൾ വലത് നാസികയാണ് നമ്മുടെ സമ്പാദിക്കുന്നത്. വലത് നാസികയെ ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. അതായത് ഇടത് നാസികയിൽ ആദ്യം നമ്മൾ പറയുന്ന നാസികാമുദ്ര പിടിക്കുക. 2 വിരൽ മടക്കി വെച്ച് ബാക്കി 2 വിരൽ നൂത്ത് വെച്ച് പെരുവിരൽ നൂത്ത് വെച്ചിട്ട് നാസികാമുദ്ര പിടിച്ചിട്ട് ഇടത് നാസിക മോതിര വിരൽ കൊണ്ട് അടച്ചു പിടിച്ച് വലത് നാസികയിൽ കൂടെ ശ്വാസം എടുത്ത് പുരുകമധ്യത്തിൽ നിർത്തി ഈ ഭാഗത്ത് കോൺസെൻട്രേഷൻ ചെയ്ത് നിർത്തിയിട്ട് നേരെ ഈ ശ്വാസത്തെ ചിന്തകൾ കൊണ്ട് താഴേക്ക് കൊണ്ടുപോകണം. താഴേക്ക് കൊണ്ടുപോയി മൂലാധാരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ല, മൂലാധാരം പഠിച്ചിട്ടില്ലാത്ത ആളുകളായിരിക്കും. നമ്മൾ മൂലാധാരം എന്ന് ചിന്തിക്കുക. ചിന്തിച്ചുറപ്പിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മൂലാധാരത്തിൽ പോയിട്ട് ടച്ചാവും. മൂലാധാരത്തിൽ ടച്ചായ ഉടനെ എനിക്ക് എന്താണോ ആവശ്യമായത് അതിനെ ഞാൻ അവിടെ കണക്ട് ചെയ്യും. എനിക്ക് ഒരു 50,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ മൂലാധാരത്തിൽ ശ്വാസം പോയി എന്ന് എനിക്കൊരു ഉറപ്പ് വരും. അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ ഉറയ്ക്കുമ്പോൾ ഞാൻ 50,000 രൂപ വേണം എന്ന് ചിന്തിച്ചിട്ട് അത് നേരെ ആ ശ്വാസത്തെ നേരെ ഞാൻ വീണ്ടും എൻ്റെ പുരുകമധ്യത്തിൽ കൊണ്ടുവരും. ആ പുരുകമധ്യത്തിൽ എത്തിയ ഉടൻ ഞാൻ ചിന്തിക്കുന്നു 50,000 രൂപ എനിക്ക് ലഭിച്ചു, അതിനെ ഞാൻ അനുഭവിച്ചു. 2 ചിന്തകൾ, ഒന്ന് ലഭിച്ചു, ഒന്ന് അനുഭവിച്ചു. ഈ രണ്ടും ചിന്തിച്ചിട്ട് വലത് നാസികയിൽ കൂടെ തന്നെ പുറത്തു വിട്ടു. വീണ്ടും അതുപോലെ നമ്മൾ 3 പ്രാവശ്യം ചെയ്താൽ ഉറപ്പായിട്ടും ആ കാര്യം നടക്കും. ഈ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഭാഗമാണ്. മാനിഫെസ്റ്റേഷൻ നമ്മൾ ചുമ്മാ വെച്ച് ചിന്തിക്കുന്നു, ഇതങ്ങനെയല്ല, ഇത് ശ്വാസത്തോടൊപ്പം കലർത്തി ചിന്തിക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇവിടുന്ന് ബ്രീത്തിങ് കറക്റ്റായിട്ട് വെളിയിൽ പോകുന്നു, അത് വായുവിൽ കരക്കുന്നു. എവിടെ നിന്നാണോ നമുക്ക് 50,000 വരേണ്ടത് അത് അവിടെ നിന്ന് കൊണ്ടുവരും. ഈ ചാത്തൻ സേവ എന്ന് പറയുന്നില്ല, എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ചാത്തൻ വിട്ടാൽ പോയി എടുത്തുകൊണ്ട് വരുമെന്ന്. അതാണ് ചാത്ത എന്ന് പറയുന്നതും ശ്വാസം എന്നാ കണക്ക്. ശ്വാസത്തെ നമുക്ക് കറക്റ്റ്, അതാണ് വേഗത്തിൽ പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് 3 തവണ ഇങ്ങനെ ചെയ്തു, പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അവർക്ക് ചെയ്ത് നോക്കാനൊക്കെ തോന്നും. ആർക്കും അങ്ങനെ ചെയ്യാം? ആർക്കും. ഇതിനകത്തൊരു എന്ത് പറയാം, ഒരു വ്രതമില്ല, ഒരു നിഷ്ഠയില്ല, അതൊന്നും അല്ല ഇത്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ഒരു കാര്യമേ ഉള്ളൂ, എംപ്റ്റി സ്റ്റൊമക്ക് ആയിരിക്കണം. വയറിൽ ആഹാരം പാടില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് ആഹാരത്തിന് 2 മണിക്കൂറിന് മുമ്പ് ചെയ്യാം, ആഹാരം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ചെയ്യാം. ഇതിനൊരു കാര്യപ്രാപ്തി അല്ലെങ്കിൽ ഫലസിദ്ധി ഉണ്ടാകുന്നത് എത്ര തവണ ചെയ്തിട്ടായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ ഒറ്റ തവണ മതി. ഒറ്റ തവണ മതി. ഒരു സമയം ഒരിക്കൽ ചെയ്താൽ ആ കാര്യം സാധിക്കും. കാരണം എൻ്റെ വളർച്ചയതാ. അത്രയും ശ്രദ്ധ വേണം, അത്രയും ഉറപ്പ് വേണം. ശ്രദ്ധയല്ല, ഉറപ്പ്. ഇത് ചെയ്താൽ നടക്കും എന്ന് കോൺഫിഡൻ്റിലേ ചെയ്യാം. ഉദാഹരണത്തിന് ഈ കൊച്ചു പിള്ളേർ കയറിൻ്റെ പുറത്ത് നടക്കാറുണ്ട്. സർക്കസ്, റോഡ് സർക്കസിലൊക്കെ നമ്മൾ കാണും, സ്ട്രീറ്റ് സർക്കസിൽ. അതിൽ കയറിൻ്റെ മണ്ടയ്ക്ക് കൊച്ചു എങ്ങനെയാണ് നടക്കണേ? നമ്മൾ പറയും നിത്യം തൊഴിലഭ്യാസം. അത് അതിൻ്റെ ഉറപ്പാണ്. വടി കൊടുത്ത് ബാലൻസ്, അത് ഉറപ്പല്ലേ, ഞാൻ വീഴില്ല എന്നുള്ള ഉറപ്പ്. ഉദാഹരണത്തിന് ഒരു കൊച്ചിനെ
ഒരു അച്ഛൻ്റെ കയ്യിൽ കൊടുത്താൽ, ഒരു കയറിൽ കെട്ടി അച്ഛൻ്റെ കയ്യിൽ കൊടുത്താൽ കൊച്ചിൻ്റെ അടുക്ക നമുക്ക് ചോദിക്കാം, മോനെ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ കൊച്ചു പറയും ഇല്ല, കാരണം എന്നെ പിടിച്ചിരിക്കുന്നത് അച്ഛനാണ്. പക്ഷെ അതേസമയം തിരിച്ചാണ് കൊടുത്തു നോക്കും, അച്ഛൻ പറയും എനിക്ക് പേടിയാണ്, കാരണം കയറിയിരിക്കുന്നത് മായൻ്റെ കയ്യിലാണ്. ഇത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പും വിശ്വാസവും രണ്ടും. ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കാര്യസാധ്യത ഇപ്പം അങ്ങ് ഇത്രയും ഉറപ്പോടുകൂടി പറഞ്ഞു ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കുന്നു. അങ്ങനെ ചെയ്ത് നടന്ന എന്തെങ്കിലും 1-2 അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ? ഓക്കെ. അതായത് അനുഭവങ്ങൾ ഒരുപാടുണ്ട്, ശിഷ്യന്മാർക്കും ഉണ്ട്. ഇപ്പം ഞാനിന്ന് ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ സഹോദരി ഞങ്ങൾ രണ്ടുപേരും അവർക്കൊരു കാറ് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. സ്കോഡ സ്ലാവിയ വണ്ടി ഞങ്ങൾ നോക്കി, വൈറ്റാ വന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തി വീട്ടിൽ വന്നുകൊണ്ട് എൻ്റെ അടുക്ക പറഞ്ഞു, ചേട്ടാ ഈ വണ്ടി എനിക്ക് വേണം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എടുത്തോ. അല്ല എനിക്കിതിൻ്റെ റെഡ് വേണം. എന്ത് വേണം? കളർ റെഡ് വേണം. ശരി. അപ്പോൾ കളർ റെഡിന് നമ്മൾ ചിന്തിക്കുന്നു, കമ്പനിയിലെല്ലാം വിളിക്കുന്നു, റെഡില്ല, പോയി, സ്റ്റോക്കില്ല. റെഡില്ല എന്ന് കണ്ടപ്പോൾ ആള് ഡള്ളായി. അപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞു, തിരിച്ചൊരു വാക്കാ പറഞ്ഞത്, എനിക്കതറിയണ്ട, ചേട്ടൻ എനിക്ക് റെഡ് തരണം. ചേട്ടൻ ചരയോഗിയല്ലേ. പോയി പെട്ടു ഞാൻ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാൻ ഈ വലത് കാലെടുത്ത് ഇടത് കാലിൻ്റെ പുറത്ത് പോയിട്ടാലും ശരം മാറും. അങ്ങനെ ശരം മാറ്റി റൈറ്റ് ശരം മാറ്റിയിട്ട്, കാരണം ഇവരറിയരുതല്ലോ ഞാൻ എന്താ ചെയ്യുന്നത്. അങ്ങനെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്തു, ഇതിന് വേണ്ടിയിട്ട് ഞാൻ കാര്യസാധ്യം ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തി തന്നെ ഗോഡൗണിലും അവിടെ ഇവിടെയൊക്കെ വിളിച്ചിട്ട് വണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഒപ്പിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ അടുക്ക പറഞ്ഞു, അതായത് അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ അടുക്ക, നീ ഒരു കാര്യം ചെയ്യ്, കളറ് മാത്രം എഴുതണ്ടെന്ന്. പുള്ളി എഴുതിയില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, ബാക്കിയെല്ലാം ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാള് വീണ്ടും അവന് തന്നെ വന്നു, വണ്ടി കൊണ്ടുവന്നവന്. എറണാകുളത്തൊരു വണ്ടി ബുക്ക് ചെയ്ത റെഡ് അവർക്കിപ്പോൾ വേണ്ട, അവരതിൻ്റെ ഒരു ബ്ലൂ എടുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അത് ക്യാൻസലായി, വണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്, വേണമെങ്കിൽ എവിടെ പറഞ്ഞാൽ അവിടെ അയക്കാം. ഉടനെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞ് ഏറ്റുമാനൂരിലേക്ക് അയക്കാൻ പറഞ്ഞു. ഏറ്റുമാനൂർ ഷോറൂമിൽ വന്നു. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു വണ്ടി വന്നിട്ടുണ്ട്. ശരി, വണ്ടിയായി. ഓക്കെ. ഒന്നാമത്തെ കാര്യം. 2, അതേ കാര്യം എൻ്റെ അടുക്ക പറയാണ്, 3 ദിവസം കഴിഞ്ഞ് എനിക്ക് ചെന്നൈക്ക് പോകണം. എൻ്റെ അടുക്ക പറഞ്ഞു, ചേട്ടൻ ഈ വണ്ടിയിൽ പോയാൽ മതി. അന്ന് എനിക്ക് വണ്ടിയില്ല. അപ്പം ഞാൻ കേട്ട് അതങ്ങനെ ഒരു മണ്ടത്തനം പറയാതെ, കാരണം ഈ വണ്ടി ഇന്ന് നാളെ വന്നാലും അടുത്ത 2 ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ നടന്ന് പോകാനൊന്നും പറ്റില്ല. ഇല്ല, അതൊക്കെ നടക്കും. ഞാൻ കേട്ട് നിനക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ചേട്ടൻ വണ്ടി ഒപ്പിച്ചെങ്കിൽ അത് നടക്കും. അടുത്ത കാര്യം വന്നു, RTO ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ നിങ്ങളൊരു കാര്യം ചെയ്യൂ, പൈസ അടച്ചാൽ കംപ്ലീറ്റ് അടച്ച് ഇൻഷുറൻസ് ക്ലിയർ ആണെങ്കിൽ നാളെ ഞാൻ നമ്പർ തരും, പിന്നെ പ്രിൻ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന്. ഇതിവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് നമ്പർ കിട്ടി, അത് പറഞ്ഞു കൊടുത്തു, പ്രിൻ്റ് ചെയ്യാനും കൊണ്ടു കൊടുത്തു. ആ വ്യക്തി പറഞ്ഞു ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് കിട്ടില്ല, 1 ദിവസം ആവും. പക്ഷെ എന്ത് അത്ഭുതം അറിയുമായോ എന്ന് എനിക്കും അറിയാത്തൊരു കാര്യമാണ് അത്. കാരണം ശരം അത്രയ്ക്ക് എഫക്റ്റ് ചെയ്ത സാധനം. എല്ലാത്തിൻ്റെയും ബാക്കിൽ ലാസ്റ്റ് അടിക്കാൻ വെച്ചിരുന്നപ്പോൾ അടിച്ച പാത്തിയും എടുത്ത് അതാ അടിച്ചു. അവൻ അടിച്ചിട്ട് പറഞ്ഞു, അബദ്ധം പറ്റിപ്പോയി, എങ്ങനെയോ നിങ്ങളെ പ്ലേറ്റ് ആയിട്ടുണ്ട്, രാത്രി 10:30 മണിക്ക്, നാളെ രാവിലെ വണ്ടി ഡെലിവറി ആവും. രാത്രി 10:30 മണിക്ക് ഇവനെ വിളിച്ചു പറഞ്ഞ് ആ സാധനം കൊണ്ടുവന്നു എൻ്റെ വണ്ടിയെ പിറ്റേ ദിവസം രാവിലെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നടന്നിരിക്കുന്നൊരു സംഭവം. 1. 2, ഇപ്പോൾ എൻ്റെ ഒരു ഫോറൻസിക്കിൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുണ്ട്, ഒരു സ്റ്റുഡൻ്റാണ്, ഉണ്ണികൃഷ്ണന് എപ്പോൾ പോകുമ്പോഴും ട്രെയിൻ ലേറ്റാക്കിയാണ് പോണേ. കാരണം ക്ലാസ് കഴിഞ്ഞ് കുറേ കഥ അടിച്ചിട്ടാണ് പോകുന്നത് എൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ചോദിക്കും പോകണ്ടേ? അത് താമേ ട്രെയിന് വരും, ഞാൻ അങ്ങനെ പോവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരയോഗ സംഗമത്തിന് പങ്കെടുത്ത എനിക്കൊരു ചീഫ് ഗസ്റ്റ് ഇപ്പോൾ വന്നു. അദ്ദേഹം വന്നിരുന്ന് ഇതുപോലെ സംസാരിക്കുക എൻ്റെ വീട്ടിൽ. ആ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുള്ളി മറന്നുപോയി കഥ കേട്ടിരുന്നതിൽ പുള്ളിയുടെ ട്രെയിന് വരാൻ സമയമായി. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 1/2 മണിക്കൂർ വേണം റെയിൽവേ സ്റ്റേഷനിൽ. പുള്ളി അവിടെ നിന്ന് ഇറങ്ങിയപ്പം മാവേലിക്കര എത്തി ട്രെയിന്. അപ്പോൾ പുള്ളി ഇവിടെ നിന്ന് ഓടിയെത്തുമ്പോൾ ട്രെയിന് പോകും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ അടുക്ക പറഞ്ഞു എന്തായാലും ട്രെയിന് പോയിരിക്കും. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒന്നുമില്ല, ഇവിടെ നിന്ന് അങ്കിത് മാധവ, അങ്കിത്തെ നീ ഇവിടെ നിന്ന് അവിടെ പോയി നിന്നതിന് ശേഷമേ ട്രെയിൻ വരുള്ളൂ. അപ്പോൾ പുള്ളി അവിടെ പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ മാവേലി കിടക്കുന്ന ട്രെയിന് തിരുവല്ലയ്ക്ക് എത്തണം. അപ്പോൾ അത്രയും ശരം ഉപയോഗിച്ചാൽ കാര്യം നടക്കും.
ഇത് ഭയങ്കരമായ അനുഭവങ്ങളാണ് ഞങ്ങൾക്കൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് അറിയാതെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്താൽ ഷീറ്റാ മുകളിൽ സ്റ്റോപ്പ് ചെയ്യും. മഴ നിർത്തിയിട്ട് ക്ലാസ് കഴിയുമ്പോൾ 12:30 ഊണ് കഴിക്കാറാകുമ്പോൾ പറയും തിന്നുകൊണ്ട് വന്നിരുന്നു, ഇപ്പം മഴ പെയ്തെന്ന് പറയും. താഴെ പോണവരൊക്കെ ഓടിയിട്ടു. അടുത്ത മഴ പെയ്യും ഉച്ചയ്ക്ക് 1 മണിക്കൂർ നേരം പെയ്യിക്കും, വീണ്ടും എടുക്കും. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞോണ്ട് പറയും വേണമെങ്കിൽ വീട്ടിൽ ഓടിക്കും, മഴ പെയ്യും. ഇതെല്ലാം നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യാമോ നേട്ടാ ചെയ്തുകൂടാ, അത് വേറൊരു കാര്യം ഞാൻ പറയാം. കാരണം എന്താ, പ്രകൃതിക്ക് വിരുദ്ധമാണ്. പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുക. പക്ഷെ നമുക്ക് മാത്രമേ ഉള്ളൂ മഴയില്ലാതെ, അപ്പുറത്തോട്ട് പോയി അപ്പോഴും നിയന്ത്രണമായില്ലേ? നമുക്ക് വേണ്ട, നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയം പിന്നീടല്ലേ. അപ്പൊ നമുക്ക് പ്രകൃതി ശക്തികളെ നിയന്ത്രിച്ചുകൂടെ? നിയന്ത്രിക്കണ്ടേ? എന്റെയും ചോദ്യമാണ്. പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കരുതെന്നാണല്ലോ ഒരു പൊതുവായ, അത് പൊതുവായ അഭിപ്രായം. പ്രകൃതി എന്നത് ഈ ശരീരം. അപ്പോൾ അവിടെ മഴ പെയ്താൽ ഇവിടെ മഴ പെയ്യും. ഇവിടെ മഴ പെയ്യണ്ട എനിക്ക്. നിങ്ങൾ എന്താ രോഗികളാവണേ? എന്തുകൊണ്ടാ? അതായത് ശ്വാസത്തെ കൺട്രോൾ ചെയ്ത് പ്രകൃതിയെ സംരക്ഷിക്കണം. പ്രകൃതി എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പൊ നിങ്ങളുടെ അണ്ടത്തിലുള്ളത് പിണ്ടത്തിലെന്ന്, അത് ബ്രഹ്മാണ്ടം. ആ അണ്ടത്തിൽ എന്തുണ്ടോ അതിന്റെ മിനിയേച്ചറാണ് നിങ്ങളുടെ ബോഡി. അപ്പൊ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നടക്കുന്നതല്ലേ അവിടെ നടത്താൻ നിൽക്കരുത്. എങ്കിൽ പിന്നെ പ്രളയം എടുത്തതും പോവും. അപ്പൊ ഇതിനെ എന്ത് ചെയ്യും? പ്രളയം വരുമ്പോൾ അതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഇതിനെ നിർത്തണം. അതെ, എങ്കിലേ നിലനിൽക്കാൻ പറ്റും. അതുകൊണ്ടാ പറഞ്ഞ ഈശ്വര സമാനൻ. മനുഷ്യനാരാ? ഈശ്വരൻ. അതിന് സ്വന്തം ഇമേജ് പോലെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെ, അതിന്റെ പേരാണ് ഈശ്വരൻ എന്നാണ്. ഈശ്വരൻ എന്നാൽ ശബ്ദം പോലെ ഇരിക്കുന്നവൻ, അല്ലെങ്കിൽ ശ്വാസം പോലെ ഇരിക്കുന്നവൻ. അങ്ങനെ ഇരിക്കുന്ന ആളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ അതാകണം. അപ്പൊ എന്തായെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് എല്ലാം ചെയ്യാൻ നമ്മൾ സപ്പോർട്ടട്ട. ഇപ്പൊ എനിക്കിവിടെ മഴ വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം വേണമെന്നുള്ളപ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് വേണ്ട ചോറ് തിന്നണോ? സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കിപ്പോൾ ഇവിടെ വേണ്ട, പൊതുവേദിയിൽ സദ്യ നടക്കുക, വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി ഇരുന്ന് കഴിക്കുമോ? ഇല്ല. അതുപോലെ മഴ എനിക്കിവിടെ വേണ്ട, എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ചെടികൾക്ക് മഴ വേണ്ട, കാരണം ഞാൻ നട്ടിട്ടില്ല. അതാ അത് നമുക്ക് പ്രകൃതിയെ നമുക്ക് നിയന്ത്രിക്കാം. ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കണം, ആവശ്യമില്ലാത്തടത്ത് കൺട്രോൾ ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? അതിൻ്റെതായ പാവങ്ങൾ നമ്മൾ ഏൽക്കേണ്ടി വരും. പക്ഷേ കർമ്മഫലം. അപ്പൊ ചെയ്ത എല്ലാത്തിനും, എല്ലാ കർമ്മത്തിനും ഒരു ഫലനുണ്ട്. ആ ഫലത്തെ എങ്ങനെ തീർക്കും നിങ്ങൾ? നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് പറയാം, നമ്മളൊരു ഭക്ഷണം കഴിച്ചു, അതിന്റെ ഫലം എന്തുവാ? ദഹിച്ചില്ലെങ്കിലോ? അത് മനസ്സിലായില്ല. അപ്പൊ ആ ഫലത്തെ തീർക്കാൻ നമ്മളടുത്ത് വയറിന്റെ പ്രശ്നം മാറ്റാൻ വേറൊന്നും ചെയ്യില്ലേ? അതുപോലെ ഇവിടെയും ഒരു കർമ്മം ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാകും. അത് രണ്ടും ആകാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആവാം. ഇത് ഏത് വന്നാലും അതിനും അടുത്ത പരിഹാരം നമ്മൾ കാണണം. അല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ജനിക്കണം. എല്ലാത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു മനസ്സോടുകൂടി നേരിടാനുള്ള ആദ്യ പഠനം വേണം. ഇപ്പം നിങ്ങൾക്ക് മനുഷ്യൻ എന്താ വേണമെന്ന് എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നു. സന്തോഷം എന്നൊരു സാധനം ഉണ്ടോ? ഇല്ല. ഇല്ല, രണ്ടും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഇരുട്ടില്ല. എല്ലാം ഇരുട്ടാ, ഒരു മായയാ. ഇപ്പൊ നിങ്ങൾ എൻ്റെ മുമ്പ് ഇരിക്കുന്നു, ഓക്കെ, ഈ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, ഇതാണ് നിങ്ങളുടെ രൂപമൊന്നും ഇല്ലല്ലോ, ഇതൊരു ശരീരത്തിന്റെ അല്ലേ, നിങ്ങളാരാ? അപ്പൊ അതുപോലെ എല്ലാം ഒരു മായക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ മായയെ മാറ്റണം. നിങ്ങളുടെ യഥാർത്ഥ രൂപത്തെ അറിയുമ്പോൾ മാത്രമേ ഞാനും നിങ്ങളൊന്നാവൂ. തത്വമസി എന്നത് അതാ. ഞാൻ നിങ്ങളുടെ ഉള്ളിലിരിക്കണേ, ഞാൻ തന്നെ എൻ്റെ ഉള്ളിലിരിക്കണേ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ പറയും എൻ്റെ പേര് രഞ്ജിത്ത് കാന്തിരത്തിൽ, ഞാൻ രഞ്ജിത്ത് കാന്തിരത്തിൽ അല്ലേ. ഞാൻ പറഞ്ഞ പത്മാനന്ദ ഗിരി. ഓക്കെ, ഈ രണ്ടുപേരും പറഞ്ഞ ഞാനാരാ? അതൊരു ഐഡന്റിറ്റിയാണ്. അല്ലെ, രണ്ടുപേരും ഒരു ഞാൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു, അതാ നിങ്ങളുടെ ജ്ഞാനം. അതായത് പുറ്റിലിരിക്കും അരവം തന്നെ പിടിത്ത് തലയും കടയും കളയുന്നത് മദ്യത്തെ ഉൺപവൻ യാരോ അവനെ സിദ്ധൻ. സിദ്ധൻ. പുറ്റിലിരിക്കും അരവം എന്ന് പറഞ്ഞാൽ ഒരു പുറ്റിനകത്തിരിക്കുന്ന പാമ്പിനെ പിടിച്ചിട്ട് തലയും വെട്ടി വാലും വെട്ടിയിട്ട് മദ്യത്തെ തിന്നുന്നവൻ സിദ്ധൻ. അപ്പൊ ഉടനെ മനുഷ്യൻ എങ്ങോട്ട് പോവും? പാമ്പ് പിടിക്കാൻ പോവും അല്ലേ? ഏറ്റവും വലിയ കുഴപ്പമാവും. കാരണം അത് ആരാധനയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. ഇവിടെ പാമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നതോ ശ്വാസത്തെയാണ്. പുറ്റിനകത്തുനിന്ന് പുറത്തേക്കും വെളിയിലോട്ട് അകത്തോട്ടും പുറത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ശ്വാസത്തിന്റെ ആദ്യത്തെയും കളഞ്ഞ് അവസാനത്തെയും കളഞ്ഞ് മധ്യത്തിൽ നമ്മൾ
ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, സെൻട്രൽ ഭാഗം, നിക്ഷേപം. അതിനെ എടുത്ത് ആരുപയോഗിക്കുന്നുവോ അവൻ സിദ്ധൻ. പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. അടുത്ത് രണ്ടാമത്തത്, ഈ പുറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹോള്, അതിലൂടെ ആദ്യം ഒരു സാധനം ഇറങ്ങി വരും, അതിനെ കളയണം, അവസാനം വരും അതിനെയും ഇടണം, മധ്യത്തിൽ വരുന്നതിനെ മാത്രം നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം. ഇങ്ങനെ രണ്ട് വിധമായ വഴക്കങ്ങൾ ഒരു മനുഷ്യൻ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പരിശീലനം കൊണ്ട് ഇത് എല്ലാം പരിശീലനം കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചോറ് തിന്നാൻ പരിശീലിച്ചല്ലേ ശീലിച്ചേ, എഴുതാൻ പരിശീലിച്ചല്ലേ പഠിച്ചേ. യോഗവിദ്യയ്ക്ക് വരുമ്പോൾ മാത്രം എല്ലാവർക്കും പഠിയാ, ഇത്രയും പരിശീലിക്കാനുണ്ടോ? കഠിനമായ പ്രയത്നത്താൽ മാത്രമേ ഒരു യോഗിയാവാൻ പറ്റൂ. എൻ്റെ പേരിൻ്റെ ടൈറ്റിൽ അതാ, ശരരാജയോഗി പത്മാനന്ദഗിരി. ശരയോഗ ആൻഡ് രാജയോഗ രണ്ടും അഭ്യസിച്ച് അതിൽ വിജയം കണ്ടത് കൊണ്ടിട്ടിരിക്കുന്ന പേര്. അതെ, അതായത് ഒരു പട്ടം, അത് ഗുരുക്കന്മാർ നമുക്ക് തരുന്ന നാമദീക്ഷ എന്ന് പറയും. അതെ, ഇതൊരു അതെ അത് നമുക്ക് അത് പറഞ്ഞില്ല, അതൊരു സന്യാസത്തിൻ്റെ ഒരു മാർഗമാണ്, അത് വേറൊരു ഭാഗമായിട്ട് നമ്മൾ എടുത്തൊരു സാധനമാണ്. പക്ഷെ ഇവിടെ ശരയോഗം എന്ന് പറയുന്നത് മഹാനായ പുരന്ദരദാസ് എന്ന് പറയുന്ന ഒരു മഹായോഗിയുടെ കയ്യിൽ നിന്ന് അഭ്യസിക്കുന്നത്. ഞാൻ ശരയോഗത്തിലേക്ക് വരുന്നതിന് ആദ്യത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പൊന്നപ്പനാശാൻ. അദ്ദേഹം ഒരു എന്താ പറയാ, ഒരു പാരമ്പര്യമായ ഒരു ജില്ലയിൽ ജീവിച്ചിരുന്ന അതങ്കോട്ടാശാന്റെ വംശത്തിലുള്ള സിദ്ധനാണ്. അദ്ദേഹം ചെയ്തിരുന്നത് ശരിക്കും കളരി വൈദ്യം, വിഷവൈദ്യം ഇതാ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ ഈ ശരയോഗത്തിൽ കിടക്കുന്നത്. അതൊരു 8-9 വയസ്സ്, കാരണം അദ്ദേഹം ഒരു 11 വയസ്സൊക്കെ ആയപ്പോൾ പോയി സമാധി. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിനെ ഞാൻ കുഞ്ഞിലേ തൊട്ട് കാണുമ്പോൾ രാവിലെ വന്ന് വീടിന്റെ മുറ്റത്തിരുന്നിട്ട് പറയും, മൂക്കിൽ ഇങ്ങനെ എന്തോ വെച്ച് നോക്കും, വെച്ചിട്ടിരുന്നിട്ട് പറയും, ഭഗവതി മരുന്നരച്ചോ, അത് മരുന്ന് പറഞ്ഞു കൊടുക്കും, ഏതൊക്കെ അരയ്ക്കണോ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇതെന്ന് ചോദിക്കും, പറയും, ഇപ്പോൾ ഒരാൾ വരും, അണലി കടിച്ചു വരും, അല്ലെങ്കിൽ മൂർക്കം കടിച്ചു വരുമെന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് പറയും. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം? അപ്പൊ എന്നൊക്കെ പറഞ്ഞു, നിനക്ക് പഠിക്കാനുള്ള സമയമാകുമ്പോൾ അതൊക്കെ കിട്ടും, പക്ഷെ എൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് തരാം. പക്ഷെ അദ്ദേഹത്തിന്റെ കാലം കഴിയാൻ പോകുന്നോ അല്ലെങ്കിൽ സമാധിയാകാൻ പോകുന്നോ പുള്ളി ചിന്തിച്ചതാ ഈ ഗ്രന്ഥമൊക്കെ വാരിക്കൊണ്ട് എൻ്റെ വീട്ടിലിട്ടിട്ട് അമ്മയോടൊക്കെ പറഞ്ഞിട്ട് പോയി, അവന് ഉപയോഗിക്കണമെങ്കിൽ അവൻ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ കത്തിച്ചു കളയട്ടെ. പക്ഷെ ഞാനത് എടുത്തുകൊണ്ട്, ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ഈ പുരന്ദരദാസ്. ഇദ്ദേഹത്തെ തേടി അലഞ്ഞു ഞാൻ. അങ്ങനെ തേടി അലഞ്ഞ് ഒരാളെ കണ്ടുപിടിച്ചോ പറഞ്ഞു, പുള്ളി ഋഷികേശിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഋഷികേശിൽ പോയി ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട്, തമിഴ്നാട്ടുകാരനാണോ? അല്ല, അങ്ങേര് ഒറീസക്കാരൻ. പുള്ളി വന്ന് വർഷങ്ങളോളം അപ്പൂപ്പൻ്റെ അടുക്കൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ പോകുമ്പോൾ കളരിയും ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടുപിടിച്ചാൽ ഞാനിത് പഠിക്കുന്നു. പുരന്ദരദാസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അങ്ങ് ഈ ശരയോഗത്തിലേക്ക് എത്തിച്ചത്. ശരയോഗം പ്രാക്ടീസ് ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്യും. ഈ മറ്റു വിദ്യകളൊക്കെ ഉണ്ടല്ലോ ശരയോഗമല്ലാത്തപ്പോൾ, നമ്മളിപ്പോൾ അങ്ങിപ്പോൾ വിശദീകരിച്ചത് മുഴുവൻ ശരയോഗമുണ്ടെങ്കിൽ എല്ലാം എന്നുള്ള അവസ്ഥയിലാണ്. ഇപ്പം നമ്മൾ ഈ അഘോര വിദ്യ എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവം, അപ്പം അതൊന്നും ആവശ്യമില്ല പിന്നെ ശരയോഗം? അല്ല, ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് ഭക്ഷണങ്ങളുണ്ട്, ശ്രീവിദ്യയൊക്കെ അല്ല ഞാൻ പറഞ്ഞു, ഭക്ഷണമുണ്ട്. ഇപ്പോൾ ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, അല്ലേ, ഇപ്പോൾ ബർഗർ, പിസ്സ, ഇങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ട്. എന്തിനാ ഇതെല്ലാം ഒരാകാരം പോരെ? ടേസ്റ്റ് ഡിഫറെന്റ്. അപ്പോൾ എല്ലാവർക്കും ശരയോഗത്തിലേക്ക് എത്താൻ പറ്റില്ലാത്തവർക്ക് ശരയോഗം എന്ന് പറഞ്ഞാൽ ഈ മഹാ സബ്ജക്റ്റിൽ നിന്ന് പിരിച്ച് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പോകാൻ പറ്റും. നമുക്കിപ്പോൾ സ്കൂളിൽ പഠിക്കണതും അങ്ങനെയല്ലേ? എന്തിനാ സയൻസ് വേറെ കണക്ക് വേറെ എന്ന് പഠിക്കണേ? നമുക്ക് എല്ലാത്തിനും ഇവിടെ വേണമെന്ന് ചോദിച്ചാൽ ഒരു സബ്ജക്റ്റ് എടുത്താൽ മതിയെങ്കിൽ, അത്രയും മഹാ സബ്ജക്റ്റ് ആകുമ്പോൾ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ സിമ്പിളൈസ് ചെയ്തിട്ട് പിരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്രയോഗ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ചക്രയോഗ എന്താണെന്ന് ചോദിച്ചാൽ 6 ചക്രങ്ങൾ മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത്, 27 ചക്രങ്ങളുണ്ട്. ഒരു മനുഷ്യന് 7 കണ്ണുകളുണ്ട്. അപ്പോൾ 27 ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ആദ്യത്തെ 7 ചക്രം ആക്ടിവേറ്റ് ആവണം. ശരി. സ്ഥൂലവുമായിട്ട് ബന്ധത്തിയിരിക്കുന്ന സൂക്ഷ്മത്തിലിരിക്കുന്ന 7 ചക്രങ്ങൾ, ആ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ പഠിപ്പിച്ച് അതിലൂടെ നമ്മളെ ഗണപതി,
ബ്രഹ്മാവ്, വിഷ്ണു, ശ്രീരുദ്രൻ, സദാശിവൻ, മഹാശിവൻ ഇങ്ങനെ പറഞ്ഞും കൊണ്ട് നമ്മൾ മേളിലോട്ടിരിക്കുന്ന ഓരോ ദേവഭാവത്തിലേക്ക് നമ്മുടെ ജീവനെ മാറ്റി മുകളിൽ ചെന്ന് ആത്മാവായിട്ട് ലയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പം അതൊരു യോഗവിദ്യ. ഇപ്പം അഘോര വിദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ 5 ഭാഗത്തേക്കായിരിക്കുന്നത് അല്ലേ. അപ്പോൾ 5ാമത്തെ ഇന്ദ്രിയം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം? ഒരു സിമ്പിൾ കാര്യം. 5ാമത്തെ ഇന്ദ്രിയം എന്താ? കണ്ണ്, ചെവി, മൂക്ക്, വായ, ഓക്കെ, തൊലി. അപ്പൊ ഇതിൽ ഏറ്റവും ടോപ്പ് ഏതാ? കണ്ണ. ഏറ്റവും വലിയ അറിവ്, ലാസ്റ്റിലെ അറിവ് കേൾവിയാണ്. പക്ഷെ ഏറ്റവും ടോപ്പ് വിഷയം കണ്ണ. അപ്പൊ അതിനെ ഉള്ളിലേക്ക് മടക്കുക. അതിനെ ഒരു ശിവന്റെ 5ാം തലയായിട്ട് ഉച്ചയിച്ച് വെച്ചിരിക്കുന്നത്. അതിനെയാണ് അഘോര എന്ന വാക്ക്. അഘോര മുഖം, മേളിലേക്ക് നോക്കി ഊർധ്വഗതിയിൽ നോക്കിയിരിക്കുന്ന മുഖം. അപ്പൊ ആ മുഖത്തിൽ ആ കണ്ണുകളെ ഉള്ളിലേക്ക് വെച്ചും കൊണ്ട് ശിവശക്തി എന്ന 2 ഭാവമില്ല, ശിവൻ ഏകനാണ്, അതല്ലാതെ ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 കണ്ണുകളെയും ഒരു കണ്ണാക്കി ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്ത് അതിലേക്ക് ധ്യാനം ചെയ്തിരിക്കുന്നവരെയാ അഘോര വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കരമായ ട്രെയിനിങ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കതിലേക്ക് എത്താൻ പറ്റില്ല. നമുക്ക് ഘോരമില്ല ഒന്നും. അതുകൊണ്ട് അതിനുള്ള ട്രെയിനിങ് അത്രയും കഠിനമാണ്. അതുകൊണ്ടാണ് അവർ മാംസം തിന്നുന്നു എന്ന് പറയുന്നത്. എപ്പോഴും മാംസം തിന്നലല്ല, അവർ മാംസം തീറ്റിപ്പിക്കും. പച്ചമാംസം തിന്നിക്കും, മൈഥുനം, മരിച്ചുപോയ ശരീരത്തിലെ ഭോഗം, ശവഭോഗം ചെയ്യിക്കും, ശവത്തിന്മേൽ ധ്യാനം ചെയ്യിക്കും ഭയമില്ലാതിരിക്കാൻ. ഭസ്മത്തിന് പകരം നമുക്ക് എന്താ പറയാ, ചുടലയിൽ ചാമ്പൽ പൂശിക്കും, ചുടലയിൽ കിടത്ത് ഉറക്കിക്കും, മലം വരെ തീറ്റിക്കും. എന്തിനെന്ന് ചോദിച്ചാൽ അതൊരു ട്രെയിനിങ്ങാണ്. നിങ്ങൾക്കൊന്നും ഘോരമാവരുത്, എനിക്കൊന്നും വേണ്ടാത്തതായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാവരുത്, എല്ലാം ശിവമയമാണെന്ന സങ്കല്പം. അങ്ങനെ എല്ലാ ട്രെയിനിങ്ങുകൾക്കും എന്തുണ്ട്? ഇത്രയും കഷ്ടതകളുണ്ട്. പക്ഷെ സിമ്പിളായി എളുപ്പത്തിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു വിദ്യ ഏതെന്ന് ചോദിച്ചാൽ ശരിയാവും. കാരണം ഇതിനെന്തില്ല? റെസ്ട്രിക്ഷൻസ് ഇല്ല. 2 നാസികയിലെ ശ്വാസങ്ങളുടെ വ്യത്യാസം പറഞ്ഞല്ലോ. ഈ 2 നാസിക ശ്വാസങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? അതൊന്ന് വിശദീകരിക്കാം. നാടിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയുള്ള എന്തോ. അതായത് നമുക്ക് ഇടത് നാസികയിൽ ഓടുന്ന ശ്വാസം തണുത്തത, ശീതമുള്ളത, നല്ല തണുത്ത ഒരു ശ്വാസം. എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയം ഒന്ന് ചൂടായി, തലച്ചോറൊന്ന് ചൂടായി 2 മണിക്കൂർ കൊണ്ട് രക്തം നല്ല തിളച്ചോടുന്നു. ഇനി ഞാൻ തണുപ്പിക്കണമെങ്കിൽ ഒരു AC കൂളിംഗ് വേണം. അപ്പോൾ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിന് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇടത് നാസികയെ ഒട്ടിക്കും. അതുപോലെ കൂടുതൽ ഫ്രീസ് ആവുമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? വലത് നാസികയെ ഒട്ടിക്കും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ 2 നാസികയിലെ ശ്വാസവും 2 രീതിക്ക് നമ്മുടെ ബോഡിയിലെ പെരുവിരൽ മുതൽ ഇടത് കാലിൻ്റെ പെരുവിരൽ തുടങ്ങി വലത് കണ്ണിൻ്റെ മുകളിലായിട്ട് വന്ന് നിൽക്കും. നിന്നിട്ട് വലത് മൂക്കിൽ കൂടെ പുറത്തേക്ക് പോകും ഒരു നാഡി, അത് ഇടകല നാഡി. പിംഗള നാഡി വലത് കാലിൽ നിന്ന് തുടങ്ങി ഇടത് മൂക്കിൽ വന്ന് അവസാനിക്കും. ഇത് ക്രാസിങ്ങിലായിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്തു കൊടുക്കുമ്പോൾ ഇടത് കലയാ ഓടുന്നത്. പക്ഷെ ഇവിടെ നാഡി ഇരിക്കുന്നത് ഓപ്പോസിറ്റില്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ എക്സ്മാറലായിട്ടാണ് നമ്മുടെ നാഡികളെല്ലാം ഇരിക്കുന്നത്. ഇതിങ്ങനെ ഓടി ഇങ്ങനെ നമ്മൾ ഈ കുണ്ടലിനി അല്ലെങ്കിൽ ചക്രയോഗയുടെയൊക്കെ മെഡിറ്റേഷൻ പടം കാണുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ ഓടുന്നതായിട്ട് കാണിച്ചിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ നാഡി ക്രാസ് ചെയ്യുന്നതിനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ചക്രങ്ങളിലും ഓരോ 2 നാഡിയും ക്രാസായി പോകും. ഈ നാഡിയാണ് നിങ്ങളെ ചക്രങ്ങളിൽ വെച്ചിട്ട് ബോഡിയെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത്. കലകൾ എന്ന് പറയുന്നത് സോഫ്റ്റ് ടിഷ്യൂസ്. ഇപ്പോൾ ആധുനികമായിട്ട് ഞാനൊരു ആർട്ടിക്കിൾ വായിക്കാനിടയുണ്ടായി. നാസയോ എന്ന് കണ്ടുപിടിച്ചതാ. നമ്മുടെ തൊലി 7 തൊലികളുടെ ഇടയിൽ പുറം തൊലിയുടെ അകത്തൊരു ജലം പോലെ ഒരു സാധനമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇത് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 6 തൊലിയുടെ 8 ഗ്യാപ്പ് കാണും. 7 തൊലി ഉണ്ടെങ്കിൽ 8 ഗ്യാപ്പും കാണും. അപ്പോൾ 7 തൊലിക്ക് 8 ഗ്യാപ്പിനകത്ത് 2 വർഷം ചൂടും തണുപ്പുമായ 2 സാധനം കാണും. അപ്പോൾ എത്രമായി? 16 കലകളായി. ഈ 16 കലകളെയാണ് ചന്ദ്രകലകളെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സൂര്യകലകൾ 12 എന്ന് പറയുന്നത് സൂര്യദേവന്റെ 12 കുതിരകളെ പോലെയാണ്. അപ്പോൾ 12നും 12 വിധമായ പ്രവർത്തനമുണ്ട്. ഈ 12 എണ്ണമാണ് മർമ്മശാസ്ത്രത്തിൽ പറയുന്ന പടുവർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വച്ചിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിന് പോലെ എന്ത് ചെയ്യുന്ന കേട്ടാൽ ഇതൊന്നും അറിയാതെ ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. 2 ഇരിക്കലാം അവനിയിലെ ഇരിക്കലാം. എത്ര കാലം വേണമെങ്കിലും ഭൂമിയിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറയുന്നു വൃദ്ധനും ബാലനാം മേനിയും ശിവന്തിടും.
ശരത്തെ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ വൃദ്ധനായാൽ പോലും നരയും തിരയും വരുമെന്നല്ല, വൃദ്ധനായാൽ പോലും ചുറുചുറുക്കോടുകൂടി യൗവനം പോലെ ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ള നിങ്ങൾ കേട്ടോ 90 വയസ്സിലും 100 വയസ്സിലും ഒക്കെ ആരോഗ്യമായിട്ട് ഓടി നടക്കുന്നു. അതെ, അത് ശ്വാസത്തെ അറിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് രണ്ടാമത്തെ ഒരു വർഷം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ പറയുന്നൊരു പ്രാണായാമം ചെയ്യുന്ന പലരും പറഞ്ഞു തരും. അതിനും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അടങ്കിനാൽ ഒന്നുമില്ലേ വരുവതേത്, അച്ചടത്തെ വാഴിത്താൽ അവനേഷിത്തൻ. അടങ്കിനാൽ ഒന്നുമില്ലേ വരുവതേത്. ഇതെടുത്തങ്ങ് കുഴിച്ചിട്ടോ അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ടോ ഞാൻ സമാധിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊളിച്ചിരുന്നാലോ ഒരു പ്രയോജനമില്ല. അജഡത്തെ, ഇത് നശിച്ചു പോകുന്ന ജഡമാണോ, നശിക്കാതെ ഇതിനെ സൂക്ഷിക്കുന്നവൻ സിദ്ധൻ. അല്ലാതെ നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ചുമ്മാ ഒരാൾ വരുന്ന കൈ ഇങ്ങനെ തളർത്തിയിട്ടാൽ തളർന്നു കിടക്കുന്നു, പുള്ളി ജീവസമാധിയാണെന്ന് പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഇരുന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ശരീരം ഉണങ്ങിപ്പോയില്ലേ, ഉണങ്ങിപ്പോകുന്നില്ലേ? സമാധി എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവതുല്യനെന്നാണ്. അപ്പൊ ദൈവം ഇരിക്കുന്ന അത്രയും കാലം ഞാൻ ഇരിക്കേണ്ടേ ഈ ഭൂമിയിൽ, ഈ ശരീരത്തിൽ. ആ ഒരു മെത്തേഡിനാണ് ഇതിനെ പറയുന്നത്.